നമസ്കാരം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നാൽ ആരായിരിക്കും രാജ്യം ഭരിക്കുക? ഇത്തവണ 3 തവണയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണോ, അതോ രാജ്യത്തിൻ്റെ ഭരണം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മുന്നണിയോ? ആരായിരിക്കും ഇത്തവണ ജയിക്കുക? അതായത് ഈ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നല്ല രസമുള്ളൊരു ചോദ്യമാണല്ലേ. ആരായിരിക്കും ഇപ്പോൾ ഒരു ഭരണ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കുക എന്നുള്ളത് ഇപ്പോൾ രസകരമായി നമുക്ക് തോന്നും. ഈ രസകരമായ ഒരു ചിന്താഗതിക്ക് പോൾ ട്രാക്കർ മൂഡ് ഓഫ് ഇന്ത്യ 2026 എന്ന് പറയുന്ന ഒരു സർവേ ഇവിടെ നടന്നിരുന്നു. അതായത് ആ സർവേ പ്രകാരം നോക്കിയാൽ അതെ, ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യം ഭരിക്കാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു മുന്നണി ഇന്ത്യ സഖ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു രീതി എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങൾ വിലയിരുത്താം. സ്വാഭാവികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ എന്നാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെയായി നടന്ന ഒരു സർവേയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് ആകെയുള്ളത് 543 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഏകദേശം 280 സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇതുമായിട്ട് ഇവിടുത്തെ കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്നിട്ടാണ്, നമ്മൾ ആലോചിച്ച് നോക്കൂ, കേവല ഭൂരിപക്ഷത്തെ മറികടന്നു ആ 280 സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഏകദേശം 40% വോട്ട്, 44% വോട്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാനുള്ള സാധ്യതയും നമ്മൾ ഈ പറയുന്ന പോർട്ടിലൂടെ, അതായത് ഇതിലൂടെ കാണുന്നുണ്ട്. സ്വാഭാവികമായും NDA എന്ന് പറയുന്ന മുന്നണിക്ക്, അതായത് BJP നയിക്കുന്ന NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനുള്ളത് വെറും 240 സീറ്റുകൾ മാത്രമായിരിക്കും എന്നും ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം വോട്ടിംഗ് ശതമാനം NDA എന്ന് പറയുന്ന മുന്നണിക്ക് വെറും 40% ചുരുങ്ങുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യ മുന്നണിയുടെ കയ്യിലേക്ക് 280 സീറ്റുകളും 44% വോട്ടുകളും ഒപ്പം അധികാരത്തിലേക്ക് വരും. 2, NDA എന്ന് പറയുന്ന ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി പെട്ടെന്ന് ഒരു വീഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയും അവർക്ക് വെറും 240 സീറ്റിലേക്ക് ഒതുങ്ങുകയും 40% മാത്രം അവർക്ക് വോട്ട് ലഭിക്കുകയും ചെയ്യും എന്നുള്ള നിലയിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്തവണ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ NDAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായി നടന്ന സമരങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. CJP സമരം ഒന്ന്, നമ്മളതിൽ നിന്ന് CJP സമരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 26 വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായി തീർന്ന നീറ്റ് പരീക്ഷ എന്ന് പറയുന്നതിൽ ഉണ്ടായ ക്രമക്കേട്, ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ സർക്കാരിന്, അതായത് നമ്മുടെ നിലവിലത്തെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജന്തർ മന്ദറിൽ നടന്ന ആ സമരത്തിന് എതിരായി ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, ആ സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ, ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും തോന്നാനിടയില്ല. അതിനുശേഷം ആണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും ആ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലാതെ ആകെ കുഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റുള്ള ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ 40-80 കണക്കുകൾ മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഏകദേശം 16% വോട്ടും 23 സീറ്റുകളിൽ ലഭിക്കും എന്നും സർവേ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതെങ്ങനെയാണ് ഈ സർവേ നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ച് 4,35,451 പേരിൽ നിന്ന് സർവേ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് തൽക്കാലം ഈ ഒരു, അതായത് പോൾ ട്രാക്കർ മൂഡ് ഓഫ് ഇന്ത്യ 2026 എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സർവേ ഫലം അവതരിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ പറയുന്ന ഇനിയിപ്പോൾ എൻ ഡി എ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയും ഒരു വലിയ ചോദ്യമുണ്ട്. അതിൽ ആ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്: എൻ ഡി എ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ തൃപ്തരാണോ? സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതേ ഒന്ന് ഉത്തരം പറഞ്ഞത് വെറും 42% ആളുകളാണ് നിലവിലുള്ള സർക്കാരിൻ്റെ കാര്യത്തിൽ. അതേസമയം 58% ആളുകൾ 58% അല്ല എന്നുള്ള മറുപടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ വേറെ ഒരുപാട് തലത്തിൽ നമുക്ക് കാണേണ്ടി വരും. അപ്പം ഇവിടെ നോക്കിക്കോളൂ, എൻ ഡി എ സർക്കാരിൻ്റെ നിലവിലുള്ള ഭരണത്തിൽ തൃപ്തരല്ലാത്ത 58% ആളുകളാണ് ഉള്ളത്. 42% മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഈ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എൻ ഡി എ സർക്കാരിൻ്റെ വിദേശ നയം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിച്ചോ എന്നൊരു ചോദ്യം കൂടി വീണ്ടും അവരോട് ചോദിച്ചു. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു വിദേശ നയം നടപ്പിലാക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മുടെ സർക്കാർ. അത് ഇസ്രായേൽ അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളുമായി ഒരു വിദേശ നയം രൂപീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി അത് സഹായിച്ചോ എന്നുള്ള ചോദ്യത്തിന് അതിൽ അതെ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഉത്തരം നൽകിയത് വെറും 39% മാത്രമാണ്. എന്നാൽ 49% ആളുകൾ ഇതിൽ ഇല്ല എന്ന് അഭിപ്രായം പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം മെച്ചപ്പെടുത്താൻ നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളൊന്നും, അല്ലെങ്കിൽ വിദേശ നയം സഹായിച്ചിട്ടില്ല എന്ന് 49% ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഏകദേശം പകുതിയോളം ആളുകൾ. എന്നാൽ ചിലർക്കൊന്നും അതിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് 12% പേരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ഈ റാൻഡം സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റാൻഡം സാമ്പിളിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ചോദ്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന പോലെ സ്വതന്ത്രമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ ഏകദേശം പകുതിയോളം ആൾക്കാർ, അതായത് 48% ആളുകൾ എന്തായിരിക്കും സ്വാഭാവികമായി ഉത്തരം നൽകുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളിക്കറിയാം, അല്ല എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് 48% ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഈ നിലവിലുള്ള സംഭവങ്ങൾ പരിഗണിക്കുമ്പോൾ, എല്ലാ തെരഞ്ഞെടുപ്പും ബീഹാർ പിടിച്ചു, അതിനുശേഷം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പശ്ചിമ ബംഗാൾ പിടിക്കുന്നു, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും. നമ്മുടെ കേരളത്തിലാകട്ടെ, കേരളത്തിൽ 3 സീറ്റുകൾ വരെ BJP നേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ അതിൽ അങ്ങനെ ചോദിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ഉത്തരം പറയുന്ന 48% പേരുണ്ടെങ്കിൽ, അതെ എന്ന് പറയുന്ന ആൾക്കാർ വെറും 42%, അഭിപ്രായമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏകദേശം 10% മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ, BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA സർക്കാർ നമുക്കറിയാം ഇത്തവണ വീണ്ടും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ ചില ഘടകങ്ങൾ, നീറ്റ് പരീക്ഷ, എക്സാം ക്രമക്കേട്, അതിനെ നേരിട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ ജനവിരുദ്ധമായ നടപടികൾ. അപ്പോൾ അതിനകത്ത് പലതും വരാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത്, അപ്പം അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ, പല ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സർക്കാരിന് എതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന പോലെ സർക്കാർ വീണ്ടും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അധികാരത്തിൽ വരില്ല, പകരം ഇന്ത്യ മുന്നണിയായിരിക്കും അധികാരത്തിൽ വരില്ല എന്ന് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നു. അതിന് ഉപോത്ബലകമായ, അതിന് ബലം കൂട്ടുന്ന തരത്തിലുള്ള നിരവധി ഉത്തരങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടാണ് ആ രീതിയിൽ വരുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യ മുന്നണിക്കൊരു പ്രാധാന്യമുണ്ട്. 280 സീറ്റുകൾ നേടിക്കൊണ്ട് ഏകദേശം 44% വോട്ട് ഷെയറോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.